അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ പറഞ്ഞിട്ട് കുറേ ആയി. അപ്പോൾ എന്തൊക്കെ ഫോൺ ഉണ്ടായിരുന്നു, ടച്ച് ഫോൺ ഒരു 2-3 മാസം കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഫോണ് ഒരു മലയാളി ബംഗാളി കൊണ്ടുപോയി. ആലുവ വെച്ചിട്ട് ഫോൺ വിളിച്ചിക്കാണ്ട് ഇറങ്ങിക്കാണ്ട് കൊണ്ടുപോയി. ഞാൻ ഇപ്പം നിൽക്കുന്നത് ആലപ്പുഴ. ഞാൻ നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 5-6 മാസം പോലായി നാട്ടിൽ. അതുകൊണ്ട് ഏർക്കാരൊക്കെ വിളിച്ചിട്ട് ചോദിക്കുക, എന്താ വരണില്ല. ഫോൺ അവിടെ വെച്ചപ്പോൾ ഞാൻ വരുന്നത് നന്നാക്കാൻ കൊടുത്താണ്, കേടുന്നത്. എനിക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. എനിക്കും അള്ളാഹുക്കും റസൂലിന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്നത് ഇന്നിപ്പോൾ റമദാൻ മാസമാണ്. ഇന്നിപ്പോൾ ഇന്നലെ 27, ഇന്ന് 28. അത് ഇനി നോമ്പും പെരുന്നാളും കഴിഞ്ഞിട്ടേ പോവുള്ളൂ. മുടിക്കൽ ഇപ്പം നാളെ ഞാൻ ചൊല്ലും. അങ്ങനത്തെ ഞാൻ പോകും. വാപ്പ കുറേ വിളിച്ചാണിട്ട്. ഞാൻ വാപ്പാനോട് പറഞ്ഞില്ല, അമ്മാനോട് പറഞ്ഞു. ഞാൻ അമ്മാനോട് പറയാതെ പോന്നു. വാപ്പ കൊപ്പത്താണ് പെണ്ണെത്തിക്കുക. വാപ്പ ഒന്നും അറിയില്ല. അത് ഉമ്മ അറിയാതാണ് വാപ്പ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കൊടുത്തു. ഇതിന് മുന്നേ എൻ്റെ കാക്ക ഗൾഫിലായപ്പോൾ എന്നെ കാണാനില്ല എന്നിട്ട് ഫേസ്ബുക്കിൽ കൊടുക്കാൻ പറഞ്ഞു കാക്കാനോട്. അന്ന് തമാരിൻ്റെ ടച്ച് ഫോണ് എറങ്ങാങ്കൂടെ വെച്ചിട്ട് ഒരാൾ പറ്റിച്ചുകൊണ്ട് എല്ലാവരും എന്നെ പറ്റിച്ചുകൊണ്ടാ. എന്ത് ഞാൻ ഇന്നങ്ങോട്ട് പറ്റിച്ചല്ല, ഞാൻ അങ്ങോട്ട് പറ്റിച്ചില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണം. കാര്യങ്ങളൊക്കെ ഇന്ന് പൈസ അയച്ചും ഫോൺ അയച്ചും ചോദിച്ചാൽ വരുന്നത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ പുതിയതൊന്ന് കഴിഞ്ഞതാ. 4000 റുപ്യാണ് ഈ ഫോൺ. ഈ ഫോൺ ഇനി ആരും ചോദിച്ചാൽ ഞാൻ കൊടുക്കുക. പറ്റിച്ചവർക്ക് അതിനുള്ള എല്ലാം കൊടുക്കണം. അപ്പോൾ ഞാൻ ആലുവ വെച്ചിട്ടാണ് സംഭവം. എന്നിട്ട് ആലുവയിൽ നിന്ന് പോലീസ് സംഭവം ചെയ്തു. ആലുവ നിർത്തുന്നിടത്ത് ട്രെയിന് ചാലിക്കോടി കൊണ്ടുപോയി നിർത്തും. ഇന്ന് വെള്ളിയാഴ്ച ജുമാക്ക് പോകുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ കുറച്ച് പറഞ്ഞേക്കാണ്ട് ഞാൻ നടത്തുകയാണ്. ഈ ബാക്കിയാണ് ഇനി ജുമായൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ പറയാം. റൂമില്ല, റൂമിൽ പൈസ എടുത്താണ്. ഇനി പള്ളിയിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നോക്കാം. അത് അങ്കവാടിയിൽ നിന്നാണ് കയറിയത്. അങ്കവാടി നേരത്തെ അപ്പോൾ പറഞ്ഞ് ഇന്നത്തെ പോകാനില്ല, ആലുവ കുത്തിവെച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. നേരാണോ പൊള്ളാന്ന് അറിയില്ല.